നമസ്കാരം. സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ഗുരുവായൂർ ദേവസ്വം ഓഫീസിലേക്ക് ബിജെപി പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വനിതാ നേതാവിന് പരിക്കേറ്റു. ഗുരുവായൂർ ദേവസ്വത്തിലെ അഴിമതിയും ഗജസമ്പത്ത് ഇല്ലാതാക്കുന്ന ഗൂഢനീക്കത്തിനുമെതിരെ ബിജെപി നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ മാർച്ചാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ആദൂരിൽ 4 വയസ്സുകാരൻ മരിച്ചത് പേനയുടെ മൂടി തൊണ്ടയിൽ കുടുങ്ങിയാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കണ്ടേരി വളപ്പിൽ ഉമ്മർ മുഫീദ ദമ്പതികളുടെ മകൻ മുഹമ്മദ് ഷഹലാണ് മരിച്ചത്. ഗുരുവായൂരിൽ കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയിൽ വ്യാപാരി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പലിശ ഇടപാടുകാരനെതിരെ കൂടുതൽ പരാതികൾ. പലിശ ഇടപാടുകാരൻ നിരവധി പേരെ ഭീഷണിപ്പെടുത്തിയതായാണ് പരാതി. പ്രക്ലേഷ് ഭീഷണിപ്പെടുത്തുന്ന ശബ്ദ സന്ദേശം പുറത്തുവന്നു. കേച്ചേരിയിൽ കള്ളനോട്ട് പ്രിന്റ് ചെയ്ത സംഭവത്തിൽ 2ാം പ്രതിയായ യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. 1ാം പ്രതി കേച്ചേരി സ്വദേശി പുതുവീട്ടിൽ ജാബിറിന്റെ സഹോദരന്റെ ഭാര്യ മഞ്ചേരി പാലക്കുളം സ്വദേശിനി ഷാനയെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഒല്ലൂർ വിശുദ്ധ റപ്പായിൽ മാലാഖയുടെ തിരുനാളിന് വിശ്വാസി പ്രവാഹം. കൂടുതൂർക്കൽ ചടങ്ങിന് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നാളെ രാവിലെ 10 നടക്കുന്ന ദിവ്യബലിക്ക് തൃശൂർ അതിരൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര മുഖ്യ കാർമ്മികത്വം വഹിക്കും. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടും തൃശൂർ ഉൾപ്പെടെ മറ്റ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടും തുടരുന്നു. കോടാലി ചെമ്പുച്ചിറയിൽ നിയന്ത്രണം വിട്ട കാർ കുളത്തിലേക്ക് വീണു. 3 മുറി സ്വദേശി ജോർജ് സഞ്ചരിച്ചിരുന്ന കാറാണ് നിയന്ത്രണം വിട്ട ചെമ്പുച്ചിറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിന് സമീപത്തെ കുളത്തിലേക്ക് വീണത്. ആർക്കും പരിക്കില്ല. നിയന്ത്രണം വിട്ട കാർ ട്രാൻസ്ഫോമറിലേക്ക് ഇടിച്ചു കയറി. വടക്കാഞ്ചേരി കാഞ്ഞിരക്കോട് ടർഫിന് സമീപം ഇന്ന് പുലർച്ചെയാണ് അപകടം. നിയന്ത്രണം വിട്ട കാർ ട്രാൻസ്ഫോമറിന്റെ സുരക്ഷാവേലി ഇടിച്ചു തകർത്തു. മാള വലിയ പറമ്പിൽ സ്വർണ്ണാഭരണ നിർമ്മാണ സ്ഥാപനത്തിൽ നിന്ന് ആഭരണങ്ങൾ മോഷ്ടിച്ച സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു. നിരീക്ഷണ ക്യാമറകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. എടക്കഴിയൂരിൽ ലൈഫ് കെയർ ആംബുലൻസ് ഡ്രൈവറെ ആദരിച്ചു. തറയിൽ വീട്ടിൽ അഫ്സലിനെയാണ് ആദരിച്ചത്. പറമ്പൻതളി മഹാദേവ ക്ഷേത്രത്തിൽ 26, 27 തീയതികളിൽ നടക്കുന്ന ഷഷ്ടി മഹോത്സവത്തിന്റെ ഭാഗമായുള്ള സുരക്ഷാ ക്രമീകരണ യോഗം ചേർന്നു. പാവറട്ടി SHO ജോസഫ് ആന്റണി നെറ്റോയുടെ നേതൃത്വത്തിലാണ് യോഗം നടന്നത്. മുരിയാടിന്റെ യുവത ജീവിത ലഹരിയിലേക്ക് എന്ന ആശയമുയർത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ചേച്ചി ചിലപ്പിള്ളിയുടെ നേതൃത്വത്തിൽ ആനന്ദപുരം മുരിയാട് മേഖലയിൽ പദയാത്ര സംഘടിപ്പിച്ചു. ആനന്ദപുരം ആശുപത്രി ജംഗ്ഷനിൽ ശ്രീകൃഷ്ണ ഹൈസ്കൂൾ മാനേജർ വാസു പദയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. ചാഴൂർ പഞ്ചായത്ത് അങ്കണവാടി കലോത്സവത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് അമ്പിളി സുനിൽ അധ്യക്ഷത വഹിച്ചു. പഴയന്നൂർ പഞ്ചായത്ത് മത്സ്യത്തൊഴിലാളികൾക്കുള്ള വള്ളവും വലയും പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തി. ചിരക്കുഴി ഡാം പരിസരത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് PK മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ദേവസ്വത്തിൽ ക്രമക്കേടുകൾ നടന്നുവെന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണെന്നും തെറ്റായ വാർത്ത പ്രചരിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ. ശേഖരത്തിലുള്ള മുഴുവൻ സ്വർണവും വെള്ളിയും വിലപിടിപ്പുള്ളവയും സ്റ്റോക്ക് രജിസ്റ്ററിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്നും VK വിജയൻ. കനത്ത മഴയിൽ പുല്ലടിയിൽ വൻ കൃഷിനാശം. വിത കഴിഞ്ഞ 200 ഏക്കറിലധികം സ്ഥലത്താണ് കനത്ത വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുള്ളത്. റാപ്പർ വേടനെതിരായ ലൈംഗികാതിക്രമ കേസിൽ പരാതിക്കാരിക്ക് നൽകിയ നോട്ടീസ് പോലീസ് പിൻവലിച്ചു. പരാതിക്കാരി ഹാജരാകേണ്ടെന്ന് ഹൈക്കോടതിയിലാണ് പോലീസ് ഇക്കാര്യം അറിയിച്ചത്. ചാലക്കുടി തവളക്കുഴിപ്പാറ ആദിവാസി ഉന്നതിയിൽ താമസിക്കുന്ന 44 കുടുംബങ്ങളുടെ വീടുകൾ അറ്റകുറ്റപ്പണി നടത്തി വാസയോഗ്യമാക്കി നൽകുമെന്ന് സനീഷ് കുമാർ ജോസഫ് MLA. മലയ വിഭാഗത്തിൽപ്പെട്ട ഇവരുടെ വീടുകളുടെ ശോചനീയാവസ്ഥ നേരിൽ കണ്ട് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് ആവശ്യമായ ഭൗതിക സാഹചര്യം ഒരുക്കുന്നതെന്ന് MLA. തൃശൂർ ഈസ്റ്റ് ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവം മുക്കാട്ടുകരയിൽ തുടരുന്നു. കലോത്സവത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം റവന്യൂ മന്ത്രി K. രാജൻ നിർവഹിച്ചു.
ചെസ് അസോസിയേഷൻ ഓഫ് തൃശൂരിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല ചെസ് ഇൻ സ്കൂൾ ചാമ്പ്യൻഷിപ്പ് തൃശൂരിൽ നടക്കും. കോലഴി ചിന്മയ വിദ്യാലയത്തിൽ 25-26 തീയതികളിൽ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള 500ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ പൊല്യൂഷൻ ടെസ്റ്റിംഗ് ടെക്നീഷ്യൻസ് ആൻഡ് ഓണേഴ്സിന്റെ നേതൃത്വത്തിൽ നവംബർ 1-ന് ഗതാഗത വകുപ്പ് മന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പിച്ചച്ചട്ടിയുമായി പ്രതിഷേധ സമരം സംഘടിപ്പിക്കും. 1 വർഷം കാലാവധിയുള്ള പെട്രോൾ വാഹനങ്ങളുടെ വെട്ടിക്കുറച്ച് ഫീസ് പുനഃക്രമീകരിക്കുക, വാഹൻ PUC സൈറ്റിലെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം. കേരള യുക്തിവാദി സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പവനൻ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ സംസ്ഥാനതല സമാപനം ഞായറാഴ്ച തൃശൂരിൽ നടക്കും. മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. വൈവിധ്യവും ചെറുത്തുനിൽപ്പും എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കിയുള്ള 20ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് വെള്ളിയാഴ്ച തൃശൂരിൽ തുടക്കമാകും. മേളയുടെ ഉദ്ഘാടനം വെള്ളിയാഴ്ച ശ്രീ തിയേറ്ററിൽ മാധ്യമപ്രവർത്തകൻ ശശികുമാർ നിർവഹിക്കും. 31-ന് ചലച്ചിത്രോത്സവം സമാപിക്കും. തൃശൂർ സഹോദയ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ആറ്റൂർ അറഫ സ്കൂളിൽ തുടക്കമായി. K. രാധാകൃഷ്ണൻ MP കലോത്സവം ഉദ്ഘാടനം ചെയ്തു. കലോത്സവം ശനിയാഴ്ച സമാപിക്കും. മാള വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവം സമാപിച്ചു. 90ഓളം വിദ്യാലയങ്ങളിലെ 3000ഓളം വിദ്യാർത്ഥികളാണ് ശാസ്ത്രോത്സവത്തിൽ പങ്കെടുത്തത്. വിദ്യാകിരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും അനുവദിച്ച് 1 കോടി രൂപ ഉപയോഗിച്ച് വടക്കേത്തറ ഗവൺമെന്റ് LP സ്കൂളിൽ നിർമ്മിക്കുന്ന ഹൈടെക് കെട്ടിട നിർമ്മാണ ഉദ്ഘാടനം K. രാധാകൃഷ്ണൻ MP നിർവഹിച്ചു. UR പ്രദീപ് MLA അധ്യക്ഷത വഹിച്ചു. മുരിയാട് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ഈ മാസം 25-ന് മനുഷ്യച്ചങ്ങല പൊതുമ്പിച്ചിറയോരത്ത് സംഘടിപ്പിക്കും. പൊതുമ്പിച്ചിറയോരത്ത് ആരംഭിച്ച ടൂറിസം പദ്ധതിയുടെ ഭാഗമായുള്ള ബോട്ടിംഗിന്റെ ഉദ്ഘാടനവും തിങ്കളാഴ്ച നടക്കും. കയ്പമംഗലം പഞ്ചായത്തിൽ വനിതാ രവം സംഘടിപ്പിച്ചു. E.T. ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. കൊടകര പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാട്ടർ ATM സ്ഥാപിച്ചു. ഗവൺമെന്റ് LP സ്കൂളിൽ സ്ഥാപിച്ച വാട്ടർ ATMന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ നിർവഹിച്ചു. പെരിഞ്ഞനം പഞ്ചായത്ത് 2ാം വാർഡിൽ കിഴക്കേടത്ത് താരബാബുവിന് കെയർ ആൻഡ് ഷെയർ നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ കൈമാറി. E.T. ടൈസൺ MLA താക്കോൽ കൈമാറ്റം നിർവഹിച്ചു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.